ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദൈവം അദ്വൈത വേദാന്തത്തിൽ. അദ്വൈത വേദാന്തം ഹിന്ദുമതത്തിനുള്ളിലെ ഏറ്റവും ഉയർന്ന ചിന്താധാരയാണ്. അത് വിശ്വത്തിന്റെ യാഥാർത്ഥ്യ സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. വേദാന്തം ഒരു അന്വേഷണ പാതയാണ്, അസ്തിത്വത്തിന്റെ പരമമായ സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അദ്വൈതമെന്നാൽ രണ്ടല്ലാത്ത അവസ്ഥ, പരമ യാഥാർത്ഥ്യമായ ബ്രഹ്മമെന്ന പ്രപഞ്ച ഊർജ്ജവുമായി വ്യക്തിഗത ആത്മാവിന്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്നു. ഹിന്ദുമതത്തിലെ ഉപനിഷത്തുക്കളിലുള്ള ഈ പുരാതന ജ്ഞാനം ഒരേയൊരു യാഥാർത്ഥ്യമേയുള്ളൂവെന്നും യാഥാർത്ഥ്യം ബ്രഹ്മമാണെന്നും സമർത്ഥിക്കുന്നു. അറിവിന്റെ അവസാനം എന്നർത്ഥമുള്ള വേദാന്തം പുരാതന ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ കാണുന്ന ജ്ഞാനത്തിന്റെ ഔന്നിത്യമായി അറിയപ്പെടുന്നു. 4 വേദങ്ങളിൽ ഉള്ള ഉപനിഷത്തുകൾ അദ്വൈത വേദാന്തത്തിന്റെ ദാർശനിക അടിത്തറയാണ്. ഈ ഗ്രന്ഥങ്ങൾ സംഭാഷണങ്ങളും കഥകളും ഉപദേശങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് ബ്രഹ്മത്തിന്റെ സ്വഭാവത്തെയും വിമോചനത്തിലേക്കുള്ള പാതയും അനാവരണം ചെയ്യുന്നു. അദ്വൈത വേദാന്തം പേർ സൂചിപ്പിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ പ്രപഞ്ചശക്തി ഒന്നേയുള്ളൂ എന്ന് ഊന്നിപ്പറയുന്നു. ബ്രഹ്മം കേവലം സൃഷ്ടാവായ ദൈവം മാത്രമല്ല, സൃഷ്ടിപദാർത്ഥവും സൃഷ്ടിക്കപ്പെട്ട ലോകത്തെ അനുഭവിക്കുന്ന ബോധവും കൂടിയാണ്. സൃഷ്ടാവിന്റെയും സൃഷ്ടിയുടെയും ആശയം ഹിന്ദുമതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സെമിറ്റിക് മതങ്ങളിൽ കാര്യമായ വ്യത്യാസമുണ്ട്. സെമിറ്റിക് മതങ്ങളിൽ ദൈവം പ്രപഞ്ചത്തെ 6 ദിവസത്തിനുള്ളിൽ ശൂന്യതയിൽ നിന്നും സൃഷ്ടിക്കുന്നു. 7-ാം ദിവസം വിശ്രമിക്കുന്നു. ദൈവം സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തനാണ്, പലപ്പോഴും മനുഷ്യന്റെ പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ജഡ്ജിയായി ചിത്രീകരിക്കപ്പെടുന്നു. ദൈവിക കൽപ്പനകൾ പാലിച്ചു ജീവിക്കുന്നതിന് അടിസ്ഥാനമാക്കി ആത്യന്തിക ലക്ഷ്യമായി സ്വർഗവും നരകവും കൽപ്പിച്ചിരിക്കുന്നു. അതേസമയം വേദാന്തത്തിൽ ബ്രഹ്മം എന്ന ചൈതന്യം വിവരണത്തിന് അതീതമാണ്, എന്നാൽ നാം ഗ്രഹിക്കുന്നതും അനുഭവിക്കുന്നതുമായ എല്ലാറ്റിന്റെയും ഉറവിടവും അത് തന്നെയാണ്. ഒരു കുശവൻ കളിമണ്ണുകൊണ്ട് കലം ഉണ്ടാക്കുന്നതായി സങ്കൽപ്പിക്കുക. കളിമണ്ണ് ഭൗതിക കാരണമാണ്, കുശവന്റെ അറിവും വൈദഗ്ധ്യവുമാണ് ബുദ്ധിപരമായ കാരണം. അതുപോലെ ബ്രഹ്മം ഭൗതിക കാരണവും പ്രപഞ്ചത്തിന്റെ ഉദ്ഭവ പദാർത്ഥവും ബുദ്ധിപരമായ കാരണവും അതിന്റെ പ്രകടനത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ബോധവുമാണ്. പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടതല്ലെന്നും അതിന്റെ സത്തയുടെ പ്രകടനമാണെന്നും അദ്വൈത വേദാന്തം ഊന്നിപ്പറയുന്നു. തൈത്തിരീയ ഉപനിഷത്ത് സൃഷ്ടി പ്രക്രിയയെ വിശേഷിപ്പിക്കുന്നത് സൂക്ഷ്മമായ ബ്രഹ്മം സ്ഥൂലമായ ഘടകങ്ങളിലേക്ക് പരിണാമപ്പെടുന്നതായാണ്. ഈ പ്രക്രിയ ആരംഭിക്കുന്നത് ഏറ്റവും സൂക്ഷ്മമായ ആകാശം, തുടർന്ന് വായു, അഗ്നി, ജലം, ഒടുവിൽ പൃഥ്വി അല്ലെങ്കിൽ ഭൂമി. പഞ്ചമഹാഭൂതങ്ങൾ എന്നറിയപ്പെടുന്ന ഈ 5 സൂക്ഷ്മ മൂലകങ്ങൾ ഭൗതിക പ്രപഞ്ചത്തിന്റെ നിർമ്മാണ ഘടകങ്ങളാണ്. പഞ്ചമഹാഭൂതങ്ങൾ പല രീതിയിൽ കൂടിച്ചേർന്നു, തുടർന്നുള്ള പരിണാമങ്ങളിലൂടെ സ്ഥൂലമായ പ്രപഞ്ചം ആവിർഭവിച്ചുവെന്നു വേദം പറയുന്നു. സൃഷ്ടിപ്രക്രിയ ഒരു കാലത്തുണ്ടായ സംഭവമല്ല, മറിച്ച് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. ഒരു ചിലന്തി സ്വന്തം ശരീരത്തിൽ നിന്നും വല നിർമ്മിക്കുന്നത് നിങ്ങൾ സങ്കൽപ്പിക്കുക. ചിലന്തി സ്വന്തം പദാർത്ഥത്തിൽ നിന്ന് വല ഉൽപ്പാദിപ്പിക്കുകയും പിൻവലിക്കുകയും ചെയ്യുന്നതുപോലെ ബ്രഹ്മമെന്ന സത്തയിൽ നിന്ന് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും ലയിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മം പ്രപഞ്ചത്തെ സ്വന്തം അസ്തിത്വത്തിൽ നിന്ന് പ്രകടമാക്കുന്നു. ഓരോ മൂലകവും മുമ്പത്തേതിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. സമുദ്രജലത്തിൽ ഉപ്പ് വ്യാപിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നില്ല, അതുപോലെ ഇന്ദ്രിയങ്ങൾക്ക് പ്രപഞ്ചത്തിൽ അന്തർലീനമായ സൃഷ്ടിപരമായ ശക്തിയായ ബ്രഹ്മത്തെ ഗ്രഹിക്കാൻ കഴിയില്ല. സൃഷ്ടിയുടെയും വിലയനത്തിന്റെയും ഈ പ്രാപഞ്ചിക നൃത്തം ഒരു തുടർച്ചയായ പ്രവാഹമാണ്. അതിന്റെ പിന്നിലെ മാറ്റമില്ലാത്ത ശക്തിയായി ബ്രഹ്മം അവശേഷിക്കുന്നു. അദ്വൈത വേദാന്തം ആത്മസാക്ഷാത്കാരത്തിലേക്കും സാർവത്രിക സാഹോദര്യത്തിലേക്കുമുള്ള പാത കൂടിയാണ്. അദ്വൈത വേദാന്തം ലോകത്തെ ത്യജിക്കുന്നതിനു വേണ്ടിയല്ല, മറിച്ച് അതിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാനാണ്. ബ്രഹ്മമെന്ന നമ്മുടെ യഥാർത്ഥ സ്വത്വം തിരിച്ചറിയുന്നതാണ് മോചനത്തിലേക്കുള്ള വഴിയെന്ന് വേദാന്തം പറയുന്നു. വേദപഠനം, ധ്യാനം, യോഗ്യനായ ഒരു ഗുരുവിന്റെ മാർഗനിർദ്ദേശം എന്നിവയിലൂടെയാണ് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത്. ഉപനിഷത്തുകൾ നമ്മെ മുന്നോട്ട് നയിക്കാൻ അഗാധമായ അറിവുകൾ പ്രദാനം ചെയ്യുന്നു. വേദാന്തത്തിലെ അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അഹം ബ്രഹ്മാസ്മി, അതായത് ഞാൻ ബ്രഹ്മമാണ്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം അന്വേഷിക്കാൻ ഈ പ്രസ്താവന നമ്മെ പ്രേരിപ്പിക്കുന്നു. ബ്രഹ്മവുമായുള്ള ഏകത്വം തിരിച്ചറിയുമ്പോൾ അഹന്ത അല്ലെങ്കിൽ ഈഗോ നമ്മളിൽ നിന്ന് അകലുന്നു. മറ്റൊരു ശക്തമായ മഹാവാക്യമാണ് തത്വമസി, അതായത് നീയും അതാണ്. ഓരോ ആറ്റത്തിലും ഈശ്വരൻ കുടികൊള്ളുന്നുവെന്ന് ഇത് ഊന്നിപ്പറയുന്നു. ഈ തിരിച്ചറിവിലൂടെ അദ്വൈത വേദാന്തം സാർവത്രിക സാഹോദര്യത്തിന് വഴിയൊരുക്കുന്നു. എല്ലാ ജീവജാലങ്ങളിലും ഒരേ ചൈതന്യം കാണുമ്പോൾ വ്യത്യാസങ്ങൾ അലിഞ്ഞില്ലാതാകുന്നു, ഐക്യവും അനുകമ്പയും വളരുന്നു. സൂര്യൻ, ചന്ദ്രൻ, നദികൾ, പർവ്വതങ്ങൾ, മരങ്ങൾ തുടങ്ങിയ പ്രകൃതി ഘടകങ്ങളെ ആരാധിക്കുകയും പ്രകൃതിയെ ദിവ്യമായ ബ്രഹ്മത്തിന്റെ മൂർത്തമായ പ്രകടനമായി വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ പാരമ്പര്യമുണ്ട് ഭാരതീയർക്ക്.
അത്തരം ആരാധന പരിസ്ഥിതിയോട് മാന്യവും യോജിപ്പുള്ളതുമായ ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, എല്ലാം ഒന്നാണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന അദ്വൈത ദർശനത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നു. അതുപോലെ ഇന്ത്യക്കാർ വ്യത്യസ്ത ദേവതകളെ ആരാധിക്കുന്നു, ഓരോന്നും വിവിധ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. പരമയാഥാർത്ഥ്യമായ ബ്രഹ്മത്തെ വൈവിധ്യമാർന്ന ഗുണങ്ങളിലൂടെ അനുഭവിക്കാൻ കഴിയുമെന്നു ഈ ആരാധനാ സമ്പ്രദായം അംഗീകരിക്കുന്നു. ഓരോ ദേവതകളും പ്രത്യേക ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നു. ആരാധനയിലൂടെ ഭക്തർ ഈ ഗുണങ്ങൾ അവനവനിൽ വികസിപ്പിച്ചെടുക്കുന്നു. ഉദാഹരണത്തിന്, സരസ്വതി അറിവിനെയും ജ്ഞാനത്തെയും പ്രതിനിധീകരിക്കുന്നു, ലക്ഷ്മി സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. ശിവൻ പ്രകൃതിയുടെ രൂപാന്തരവും അജ്ഞതയുടെ നാശവും ഉൾക്കൊള്ളുന്നു. വിവിധ ദേവതകളെ ആരാധിക്കുന്ന സമീപനം സ്വീകാര്യതയുടെയും ഉൾക്കൊള്ളലിന്റെയും ഒരു സംസ്കാരം വളർത്തിയെടുക്കുകയും വ്യത്യസ്ത മതങ്ങളെയും സംസ്കാരങ്ങളെയും സ്വീകരിക്കാൻ ഇന്ത്യക്കാരെ പ്രാപ്തരാക്കുകയും ചെയ്തു. ചരിത്രത്തിലുടനീളം യഹൂദർക്കും മറ്റ് പീഡിപ്പിക്കപ്പെട്ട സമൂഹങ്ങൾക്കും ഭാരതം സുരക്ഷിതമായ ഒരു അഭയസ്ഥാനം നൽകിയിരുന്നത് കാണാവുന്നതാണ്. ഒരു സാർവത്രിക പ്രാർത്ഥനയോടെ ഉപസംഹരിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അതായത് എല്ലായിടത്തും എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടെയും സ്വസ്ഥമായും ഇരിക്കട്ടെ. ഭാരത സംസ്കാരത്തിന്റെ സാർവത്രിക സാഹോദര്യം ഈ പ്രാർത്ഥന വെളിപ്പെടുത്തുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ. അദ്വൈത വേദാന്തത്തിന്റെ വെളിച്ചം എങ്ങും പരക്കട്ടെ.